ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 10, ശ്ലോക 7. തസ്യ അദസർഗരസികസ്യ മരീചിഃ അത്രീ തത്ര അങ്കിരാക ക്രതുമുനിഃ പുലഹഃ പുലസ്ത്യഃ അംഗാത് അജായത ഭൃഗുഃ ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദഃ ച ഭഗവാൻ ഭവദംഘ്രിദാസഃ. തസ്യ ആ ബ്രഹ്മാവ്, അധ പിന്നീട്, സർഗ രസികസ്യ സൃഷ്ടി ചെയ്യുന്നതിൽ രസം കൊണ്ട്, മരീചിഹി മരീചി, അത്രി അത്രി, തത്ര അവിടെ, അങ്കിരാഹ അങ്കിരസ്, ക്രതുമുനിഹി ക്രതുമുനി, പുലഹഃ പുലഹൻ, പുലസ്ത്യക പുലസ്ത്യൻ, അങ്കാത് ഒരേ അംഗത്തിൽ ഓരോ അംഗത്തിൽ നിന്ന്, അജായത ഉണ്ടായി, ഭൃഗുഹു ഭൃഗു, ച കൂടെ, വസിഷ്ഠ വസിഷ്ഠൻ, ദക്ഷൗ ദക്ഷൻ, ശ്രീനാരദഃ ശ്രീനാരദമുനി, ച ചേർന്ന്, ഭഗവാൻ ഭഗവാനെ, ഭവദംഘ്രിദാസഃ ഭഗവാന്റെ പാദസേവകൻ. അപ്പോൾ ഈ ദശകത്തിൽ നമ്മൾ സൃഷ്ടിഭേദങ്ങളെ കുറിച്ചാണ് കാണുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ബ്രഹ്മാവ് സപ്ത ഋഷികളെ എങ്ങനെയാണ് ആ ഒരു സൃഷ്ടി ചെയ്യുന്നതിൽ രസം കൊണ്ട് ഓരോ സൃഷ്ടിയും നടന്നതും, അതുപോലെ മഹത്തായ പല ഋഷികളെയും, അതുപോലെ ഭഗവാന്റെ തന്നെ പരമഭക്തനായ അഗ്രഗണ്യനായ ശ്രീ നാരദമുനിയെയും സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ബ്രഹ്മാവ് പിന്നീട് സൃഷ്ടി ചെയ്യുന്നതിൽ രസം കൊണ്ടിട്ട് സപ്ത ഋഷികളായ ഓരോരോ ഋഷികൾ, അതായത് മരീചി, അത്രി, അങ്കിരസ്, ക്രതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു എന്നിങ്ങനെ പല സപ്ത ഋഷികളെയും, മഹാന്മാരായ വസിഷ്ഠൻ, ദക്ഷൻ, അതുപോലെ തന്നെ ഭഗവാന്റെ പരമഭക്തനായ നാരദമുനിയെയും സൃഷ്ടിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സർഗരസികസ്യ മരീചിരത്രിഃ തത്രാംഗിരാ ക്രതുമുനി പുലഹഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവാൻ ഭവദംഘ്രിദാസഃ. ശ്രീഹരേ നമഃ ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.